ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ഹെൽത്തി ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ വെള്ളക്കടല, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വൻപയർ, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുതിര, ഏകദേശം ഓരോ പിടി വീതം എല്ലാം ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറുത്ത ചെറിയ കടലയുണ്ടല്ലോ, അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴുകി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടു. ഒരു ഓവർനൈറ്റ് കുതിർന്ന് കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ പയറുകളാണ് ഇതെല്ലാം. പയറും കടലയും കൂടെയാണ്. മുതിര, കടല, പയർ ഇതെല്ലാം ഉണ്ട് ഇതിനകത്തിൽ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞാനൊരു കുക്കറിലേക്ക് ഇടുക. ഒരു പിടി എന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം എല്ലാം കൂടെ ഓരോന്നും 1/4 കപ്പ് വീതം ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തിലേക്ക് അതിന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ചിട്ട് സ്റ്റൗ കത്തിച്ച് വെച്ചു. ഒരു വിസിൽ കേൾക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കുന്നത് വരെയും ഇത് ഇട്ടിരുന്നു. എന്നിട്ട് ഇപ്പം എടുത്തതാണ്. നല്ലവണ്ണം പ്രഷറൊക്കെ പോയതിന് ശേഷം എടുത്തത്. നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ അതിൻ്റെ വെന്തിരിക്കുന്ന കടലയും പയറും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഇല്ലാതാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് കടലയെല്ലാം എടുത്തു കഴിയുമ്പോൾ പിന്നെ ഒരു 1.5 സ്പൂൺ വെള്ളം മാത്രമേ അതിനകത്ത് അടിയിൽ വരുന്നുള്ളൂ. ബാക്കി മുഴുവൻ അത് കടലയ്ക്കകത്തിൽ വലിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. കടലയും പയറുമൊക്കെ വേവാൻ വേണ്ടി ആയിട്ടുണ്ട്. ഒരു 2 പ്രാവശ്യമായിട്ട് തന്നെ അത് ഞാൻ എല്ലാം അരച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യവും നല്ല സ്മൂത്തായിട്ട് തന്നെ കംപ്ലീറ്റ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അരയ്ക്കാനായിട്ടെടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്നതാണ്. അത് ഒരുപാട് ചെറുതായിട്ടില്ല എങ്കിലും ഒരുവിധം ചെറുതാക്കി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ അരയ്ക്കുന്നത് കുറച്ച് ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇല ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പല വീഡിയോസിലും ഞാൻ ആ ഇല കാണിച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ പേരറിയില്ല. ഞാൻ അതിൻ്റെ പീപ്പ് ഔട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടേക്കാം. ആർക്കെങ്കിലും ആ ഇലയുടെ പേരറിയുമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഈ ഇല ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. തീരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇതൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ. നല്ലപോലെ അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കുട്ടികൾ ഇലയായിട്ട് കിടക്കുന്നുണ്ട്, ചിലപ്പോൾ അതെടുത്ത് കളയും. അതുകൊണ്ട് ഞാനത് നല്ലപോലെ അരച്ച് ചേർക്കുകയാണ്. പയറും കടലയൊക്കെ വെന്ത വെള്ളം ഒരിച്ചിരി ഉണ്ടായിരുന്നത് ഞാൻ ആ ഇലക്കകത്തിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊരുമിച്ച് അരച്ചെടുക്കുകയാണ്. അതും കൂടെ ഞാൻ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഞാൻ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഒരഗാനോ ഇട്ട് കൊടുത്തു. പിന്നെ 1 പിടിയോളം മൊസറല്ല ചീസും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു.
അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലഗ്രാം ഗ്രൂപ്പുകൾ ഒക്കെ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇതിനിടയ്ക്കൊന്ന് കറണ്ട് പോയി. അപ്പം ഞാൻ ആ പാത്രത്തിനകത്ത് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇതിപ്പം നന്നായിട്ട് ഒരുവിധം കുഴച്ച് റെഡിയായി വരുന്നുണ്ട്. ഇതിനകത്തിൽ ഒരുപാട് ഇലകളും പ്രോട്ടീനും മിനറൽസും ഫൈബറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയവർക്കാണെങ്കിലും വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് ഉണ്ടാക്കാൻ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റിന് വേണ്ടി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുഴച്ച് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഉരുളകളാക്കിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ട് നല്ല ലൂസായിട്ട് കലക്കാണ്. ഒരുപാട് കട്ടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കലക്കി റെഡിയാക്കി. പിന്നെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് സേമിയാണ്. ഇത് വറുത്ത സേമിയാണ്. അപ്പോൾ ഇതാണ് എടുക്കുന്നത്. ഇനി ഉരുളകൾ ഉരുട്ടി റെഡിയാക്കണം. അത് ഓരോന്നും മൈദയിൽ മുക്കി സേമിയയിൽ മുക്കി എടുത്താൽ മാത്രം മതി. ഉരുളകൾ ഉരുട്ടി ഒന്ന് പരത്തിയിട്ട് ഒന്ന് സൈഡിൽ നിന്ന് ഷേപ്പ് ചെയ്ത് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കുകയാണ്. എന്നിട്ട് ഞാനത് ഓരോന്നും ഈ ഷേപ്പിലാക്കിയിട്ട് മൈദയിൽ മുക്കുകയാണ്. മൈദയിൽ മുക്കിയിട്ട് അതിൻ്റെ 4 വശവും സേമിയ നല്ലപോലെ പിടിക്കണം. അതിനകത്തിൽ മുക്കി എടുക്കുകയാണ്. 4 സൈഡിലും ഒരേപോലെ സേമിയയുടെ ഓരോ പീസുകളും എത്തണം. ഇങ്ങനെ കോട്ട് ചെയ്ത് ഞാൻ 10 എണ്ണം റെഡിയാക്കി. 10 ഉരുളകളാണ് എനിക്ക് കിട്ടിയത്. 10 എണ്ണം ഇങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തു. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് പാനിനകത്തിൽ എണ്ണ ഒഴിച്ച് അതിനകത്തിലൊന്ന് വറുത്തെടുത്താൽ മതി. പാൻ വെച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് എണ്ണ ഒഴിച്ചില്ല, എന്നാലും ഏകദേശം പകുതി മുങ്ങി കിടക്കത്തവണ്ണം എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ എന്നിട്ട് നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിന് എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് പെറുക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. ഓരോന്ന് ഞാൻ കുറേശ്ശെയാണ് പെറുക്കിയിട്ടത്. ആദ്യം 3 എണ്ണ ഇട്ടുള്ളൂ. അപ്പോൾ അതെടുത്തതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വശം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പം 2 സൈഡും മൂത്ത് കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇപ്പോൾ 2 സൈഡും മൂത്ത് കഴിഞ്ഞു. ഞാനത് കോരിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഒരു 4 എണ്ണം കൂടെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഞാൻ മുഴുവനും വറുത്ത് കോരി. നല്ല അടിപൊളിയായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു എന്ന് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രോട്ടീൻ മിനറൽസും ഒക്കെ റിച്ചായിട്ടുള്ള പലഹാരം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.